ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് എയ്റോപ്ലെയിനുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ കൂട്ടത്തിൽ എയ്റോപ്ലെയിനിൽ കയറിയിട്ടുള്ളവരും കയറിയിട്ടില്ലാത്തവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബോയിങ്ങിന്റെ വിമാന ഫാക്ടറിയിലേക്ക് പോകാം. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ഫാക്ടറി മേക്ക്. ലോകമെമ്പാടുമുള്ള വിമാന സർവീസ് കമ്പനികൾക്ക് വേണ്ടി വിമാനം നിർമ്മിക്കലാണ് ബോയിങ് എന്ന വമ്പൻ ടീമിന്റെ പരിപാടി. അമേരിക്കയിലെ അവരുടെ അത്യാധുനികമായ ഫാക്ടറി അനവധി പ്രൊഡക്ഷൻ ലൈനുകൾ ഉപയോഗിച്ച് വെറും 9 ദിവസം കൊണ്ട് ഒരു വിമാനം റെഡിയാക്കി പുറത്തിറക്കും. അതെങ്ങനെ നിർമ്മിക്കുന്നുവെന്ന് നമുക്കൊന്ന് കാണാം. പണ്ടൊക്കെ അലൂമിനിയം കൊണ്ടായിരുന്നു വിമാനത്തിന്റെ ബോഡി നിർമ്മിച്ചിരുന്നതെങ്കിലും ഇന്നത് വെയിറ്റ് കുറഞ്ഞ് ബലം കൂടിയ കാർബൺ ഫൈബർ കൊണ്ടാണ് കൂടുതലും നിർമ്മിക്കുന്നത്. ഈ കാണുന്നത് വിമാനത്തിന്റെ മുൻഭാഗമാണ്. കാർബൺ ഫൈബർ കൊണ്ട് കൃത്യമായ ഷേപ്പിൽ നിർമ്മിച്ചതിന് ശേഷം ഇതിനെ വലിയ ഒരു ഓവനിൽ വെച്ച് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിമാനത്തിന്റെ ചിറകുകളും നടുഭാഗവുമെല്ലാം നിർമ്മിച്ചെടുക്കുന്നു. ഇവിടെ നിന്നും അസംബിൾ ചെയ്യുന്ന ഫാക്ടറികളിലേക്ക് ബോയിങ്ങിന്റെ തന്നെ വലിയ കാർഗോ വിമാനങ്ങളിൽ ഈ പാർട്ടുകൾ എത്തിക്കുന്നു. ഇനി അസംബിൾ ചെയ്യണം. ആദ്യം തന്നെ ചിറകുകൾ നടുഭാഗത്തിനോട് ചേർത്ത് പിടിപ്പിക്കുന്നു. അതിനു പുറകെ മുന്നിലും പിന്നിലുമുള്ള ഭാഗങ്ങൾ ചേർക്കുന്നു. മെഷീനുകളുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അങ്ങേയറ്റം കൃത്യതയോടെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണിത്. നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ടയറുകളുടെ യൂണിറ്റ് വിമാനത്തിന്റെ അടിയിലേക്ക് ഘടിപ്പിക്കുന്നു. അങ്ങനെ ആദ്യമായി വിമാനത്തിന്റെ വെയിറ്റ് മുഴുവൻ ടയറുകളിലേക്ക് എത്തും. ഇനിയാണ് അതിനുള്ളിലെ ഫർണിഷിംഗ് നടത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. 3 ദിവസമെടുത്താണ് ഇത് പൂർത്തിയാക്കുന്നത്. ഒരു വീട് പോലെ തന്നെ ആദ്യം വിമാനത്തിനുള്ളിലെ പ്ലംബിങ്ങും ഇലക്ട്രിക് വർക്കുകളും നടത്തുന്നു. അതിനു പുറകെയാണ് ഇൻസ്റ്റലേഷനും ചെയ്യുന്നത്. ഇതിനുശേഷമാണ് ക്യാബിനറ്റുകളും ടോയ്ലറ്റും ഷെൽഫുകളും എല്ലാം വരുന്നത്. ഇവയെല്ലാം മൊഡ്യൂളുകൾ ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഘടിപ്പിക്കാനാകും. ഇന്റീരിയർ ഡിസൈൻ്റെ അവസാനത്തെ ഭാഗമായി ഫ്ലോറിലും മാറ്റി വിരിച്ച് സെറ്റാക്കുന്നു. അകത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് സീറ്റുകൾ ഘടിപ്പിക്കുന്നത്. ഇനിയാണ് വിമാനത്തിന്റെ എഞ്ചിൻ വരുന്നത്. റോൾസ് റോയ്സ്, GE തുടങ്ങിയ കമ്പനികളാണ് എഞ്ചിൻ നിർമ്മിക്കുന്നതിൽ ലോകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയായ ഓരോ എയ്റോപ്ലെയിൻ എഞ്ചിനും അങ്ങേയറ്റം ശ്രദ്ധയോടെയാണ് ജോലിക്കാർ അസംബിൾ ചെയ്യുന്നത്. കാരണം ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അവരവരുടെ ഫീൽഡുകളിൽ എക്സ്പേർട്ടുകളായ ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സാണ് ഇത്തരം ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നത്. പല അസംബ്ലി സ്റ്റേഷനുകളിലൂടെ കൊണ്ടു നടന്ന് അനവധി പാർട്ടുകൾ അസംബിൾ ചെയ്താണ് ഒരു എഞ്ചിൻ നിർമ്മിച്ചെടുക്കുന്നത്. എഞ്ചിന്റെ ആദ്യ പാർട്ടുകളെ അസംബിൾ ചെയ്തതിന് ശേഷം ഒരു ഫൈൻ ഗേജിനുള്ളിലേക്ക് വെച്ച് ടർബൈൻ ബ്ലേഡുകൾ കൂടി കണക്ട് ചെയ്യുമ്പോഴാണ് ഇതൊരു വിമാനത്തിന്റെ എഞ്ചിനാണെന്ന് കാണുന്നവർക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നത്. എഞ്ചിന് പുറത്ത് കവറിങ് കൂടി വെച്ച് കഴിയുമ്പോൾ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടാവും. ഇനിയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റിംഗ് വരുന്നത്. ഇതിനായി എഞ്ചിനെ ഒരു വലിയ മുറിയിലേക്ക് കയറ്റി അതിന്റെ സ്റ്റാർട്ടപ്പും എമർജൻസി ഷട്ട് ഡൗണും മുതൽ പക്ഷി വന്നിടിച്ചാൽ എന്ത് സംഭവിക്കും എന്നതുവരെ ടെസ്റ്റ് ചെയ്യും. ഇത് മാത്രമല്ല, ഉയരത്തിൽ പറക്കുന്ന സമയത്ത് തണുത്ത ടെമ്പറേച്ചറിൽ എങ്ങനെ വർക്ക് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഫാൻ വെച്ച് കാറ്റടിപ്പിച്ച് നോക്കിയും അതിന്റെ പ്രവർത്തനം പരിശോധിക്കുന്നു. ടെസ്റ്റിംഗ് പാസ്സായി വരുന്നവയെ എഞ്ചിനും കവറും സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്ത് വിമാനങ്ങളിൽ ഫിറ്റ് ചെയ്യാൻ വിടും. ഇങ്ങനെ വരുന്ന എഞ്ചിനുകളെ അതിന്റെ വയറും കേബിളും ട്യൂബുകളും എല്ലാം വിമാനത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനിയാണ് ഫങ്ഷണൽ ടെസ്റ്റ് വരുന്നത്. ഫ്ലൈറ്റ് കൺട്രോളിങ്ങിന് ആവശ്യമായ വയറിങ്ങും കോക്പിറ്റിലെ ഉപകരണങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നു. ഇത് കഴിയുമ്പോഴാണ് വിമാനത്തിനുള്ളിലേക്ക് പവർ കൊടുക്കുന്നത്. എല്ലാ ഉപകരണങ്ങളും കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ലാൻഡിംഗ് ഗിയറൊക്കെ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ അത് ശരിക്കും ഉപയോഗിക്കുന്നത് അത് പറത്തുന്ന സമയത്തായിരിക്കും. അടുത്തത് ഫ്ലൈറ്റ് കൺട്രോൾ ടെസ്റ്റിംഗ് ആണ്. ഒരു ദിവസം മുഴുവൻ എടുത്ത് ചിറകുകളും ഫ്ലാപ്പും ഫിന്നും തുടങ്ങി എല്ലാ സിസ്റ്റങ്ങളും വേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് ഉറപ്പാക്കുന്നു. അങ്ങനെ വിമാനം പ്രൊഡക്ഷൻ ലൈനിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നും പുറത്തിറക്കി നേരെ കൊണ്ടുപോകുന്നത് പെയിന്റ് ചെയ്യാനാണ്. ഒരു വിമാനം മുഴുവനായി പെയിന്റ് അടിക്കുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്നതും ചിലവേറിയതുമായ ഒരു പ്രോസസ്സാണ്. എത്ര ചൂട് കൂടിയതും തണുപ്പുള്ളതുമായ ടെമ്പറേച്ചർ താങ്ങാൻ ശേഷിയുള്ള പ്രത്യേകതരം പെയിന്റുകളാണ് ഇതിനടിക്കുന്നത്. ഓരോ കമ്പനിയുടേതായിട്ടുള്ള നിറവും ലോഗോയും പെയിന്റ് ചെയ്തതിന് ശേഷം അവസാനം റെഡിയായി വിമാനം പുറത്തേക്ക് വരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വിമാനത്തിന്റെ ഫാക്ടറി നിർമ്മാണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.